Hi everyone, welcome to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബോർഡ് എക്സാമിൽ മെട്രിസസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ് us start. First question, find the matrices x and y so that x plus y is equal to matrix 7 0 2 5 and x minus y is equal to matrix 3 0 0 3. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താ, രണ്ട് മെട്രിക്സ് റിലേഷൻസ് തന്നിട്ടുണ്ട്. അതായത് എക്സ് പ്ലസ് വൈയും തന്നിട്ടുണ്ട്, എക്സ് മൈനസ് വൈയും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കണം അല്ലെ. സോ നമ്മൾ ഇത് സാധാരണ നമ്മുടെ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ എന്താ ചെയ്യാറ്, ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാറില്ല. അതേപോലെ ഇവിടെ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും ആണ് LHS ഉള്ളത്. രണ്ടും കൂടി ആഡ് ചെയ്ത് എന്താ, വൈയും വൈയും ക്യാൻസൽ ആവും അല്ലെ. സോ നമുക്ക് 2x കിട്ടും, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. സോ 2x is equal to രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യാം. അപ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യാം. 7 plus 3 10, 0 plus 0 0, next one 2 plus 0 2, last one 5 plus 3 5 plus 3 എന്നുള്ളത് 8. അപ്പോൾ മെട്രിക്സ് കിട്ടിയല്ലോ. 2x ആണ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ x എന്ത് ചെയ്യണം, ഈ 2നെ RHS കൊണ്ടുപോയി 1/2 ആവും. സോ ഓരോ എലമെന്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. സോ 10/2 5, 0/2 എന്ന് പറയുന്നത് 0 തന്നെ, 2/2 1, 8/2 4. ക്ലിയർ ആയല്ലോ. അപ്പൊ എക്സ് കിട്ടി. ഇനിയിപ്പോ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് കേസ് വേണമെങ്കിൽ എടുക്കാം. അതായത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു തന്നിട്ടില്ലേ മെട്രിക്സ് 7 0 2 5. അതില് വൈ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ എക്സിനെ RHS കൊണ്ട്, സോ മൈനസ് എക്സ് വരും അല്ലെ. RHS മെട്രിക്സ് മൈനസ് എക്സ്, എക്സ് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു 5 0 1 4. അപ്പൊ എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് എലമെന്റ്സ് സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ 7 minus 5 2, 0 minus 0 0, 2 minus 1 എന്ന് പറയുന്നത് 1 and 5 minus 4 എന്ന് പറയുന്നത് 1. Okay. Next question, which among the following is not true? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ, അതായത് എ ഡാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് എ ട്രാൻസ്പോസ് ആണ്. ഓക്കെ, ഒന്നെങ്കിൽ എ റേസ് ടു ടി എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ എ ഡാഷിന് മെൻഷൻ ചെയ്യാറുണ്ട്. മെട്രിക്സിൽ എ റേസ് ടു ഡാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് എ ട്രാൻസ്പോസ് ആണ്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്യാം. സോ എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ. Then B is equal to A plus B whole transpose is equal to A transpose plus B transpose. AB whole transpose is equal to A transpose into B transpose. D തന്നിരിക്കുന്നത് KA whole transpose equal to K into A transpose. Which among the following is not true ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കെയർഫുൾ ആയി വായിക്കുക. ട്രൂ കാണുമ്പോഴേക്കും ചാടി കയറി ഏതാണ് ശരി എന്നുള്ളത് ഒരെണ്ണം അങ്ങനെ ചൂസ് ചെയ്ത് തെറ്റിക്കരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോട്ട് ട്രൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാ ഫോൾസ് ആയിട്ടുള്ള കേസ് ഏതാ, എ ബി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്നത് എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് ആണ് തന്നിരിക്കുന്നത്. പക്ഷെ അത് തെറ്റാണ്. ശരിക്കും എന്താ വരിക, ഓർഡർ എന്ന് പറയുന്നത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. ഓക്കെ, ഈ ഓർഡറിലാണ് വരിക. അപ്പോൾ അത് നമ്മൾ തെറ്റാണ്. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് അടുത്ത സബ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താ, ഇഫ് എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 1 5 6 7, then verify that A plus A transpose is symmetric and A minus A transpose is skew symmetric. ക്ലിയർ ആയല്ലോ. ഇവിടെ ഓൾറെഡി താഴെ തന്നിട്ടുണ്ട് കേട്ടോ, എ ട്രാൻസ്പോസ് എ റേസ് ടു ഹൈഫൺ എ ഡാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്പോസ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഓക്കെ, സപ്പോസ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് എന്താണ് ഈ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പം ഒരു മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ ബേസ്ഡ് ഓൺ ഇറ്റ്സ് ട്രാൻസ്പോസ് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മൾ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചു, ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസും അതേ മെട്രിക്സും സെയിം തന്നെയാണെങ്കിൽ അത് സിമെട്രിക് ആണ്. ഓക്കെ, സപ്പോസ് നമ്മൾ ട്രാൻസ്പോസ് മെട്രിക്സ് കിട്ടിയത് മൈനസ് ഓഫ് ദ റിയൽ മെട്രിക്സ് ആണെങ്കിൽ അതിനെ പറയുന്നതാണ് സ്ക്യൂ സിമെട്രിക് എന്ന്. ഓക്കെ, ക്ലിയർ ആയല്ലോ. സോ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താ, എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. അത് സിമെട്രിക് ആണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ തന്നിരിക്കുന്ന മെട്രിക്സ് എ എന്ന് പറയുന്നത് മെട്രിക്സ് 1 5 6 7 ആണ്. ഇനി അതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, റോസ് ആൻഡ് കോളംസ് ഇന്റർചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 1 5 6 7 എന്നുള്ളത് ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് റോ എഴുതിയത് കോളം ആയിട്ട് എഴുതാം. സോ 1 5, സെക്കൻഡ് റോ എന്ന് പറയുന്നത് സെക്കൻഡ് കോളം ആയിട്ട് എഴുതാം 6 7. സോ ഇതാണ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ 1 6 5 7 ആണ് എ ട്രാൻസ്പോസ്. ഇനി നമ്മൾ രണ്ടും ആഡ് ചെയ്യാം, കാരണം എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്താൽ നമുക്ക് 2 11 11 14 കിട്ടും. ഇനി എ പ്ലസ് എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ്, അതായത് ഇപ്പോൾ ഇതാണ് മെട്രിക്സ്, ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസും ഇതേ മെട്രിക്സും സെയിം ആണെങ്കിൽ ഞാൻ പറഞ്ഞു സിമെട്രിക് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ കിട്ടിയ മെട്രിക്സിലെ എ പ്ലസ് എ ട്രാൻസ്പോസ് അതിന്റെ ട്രാൻസ്പോസ് എടുക്കാം. ഇപ്പോൾ ട്രാൻസ്പോസ് ഉണ്ടെങ്കിൽ എന്താ, റോസ് കോളംസ് ആയിട്ട് ഇന്റർചേഞ്ച് ചെയ്യാം. സോ
2, 11, 11, 14. ഇത് എന്താണ് A plus A transpose തന്നെയല്ലേ? അപ്പോൾ നമുക്ക് സിമെട്രിക് ആണ്, നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് കേസ് എന്താ ചെയ്യേണ്ടത്? A minus A transpose എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം തന്നെ A അറിയാം, A ട്രാൻസ്പോസ് അറിയാം. സോ അത് ജസ്റ്റ് കറസ്പോണ്ടിങ് എലിമെന്റ്സ് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? 0, -1, 1, 0. ഇനി A minus A ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എടുക്കാം. ക്ലിയർ ആയോ? അപ്പോൾ അതിന്റെ ട്രാൻസ്പോസ് ഉണ്ടെങ്കിൽ ഇവിടെ റോസ് ആൻഡ് കോളംസ് ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ 0, 1, അതായത് ഇത് ഈ കോളം എന്ന് പറയുന്നത് റോ ആയിട്ട് എഴുതാം, 0, 1. നെക്സ്റ്റ് വൺ സെക്കൻഡ് കോളം സെക്കൻഡ് റോ ആയിട്ട് എഴുതാം, -1, 0. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താ? മൈനസ് ഓഫ് A minus A ട്രാൻസ്പോസ് ആണ് അല്ലെ? അപ്പൊ കമ്പയർ ചെയ്യാം. A minus A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താ? 0, -1, 1, 0. ഇനി നമുക്കിപ്പോ കിട്ടിയ ട്രാൻസ്പോസ് എന്താ? 0, 1, -1, 0. സോ ഇവിടെ ജസ്റ്റ് ഈ ഇതിന്റെ നെഗറ്റീവ് എടുക്കുക. ഇതിന്റെ നെഗറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് എടുക്കേണ്ടി വരും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉള്ളത്, 0, -1, 1, 0. സോ റിയൽ മെട്രിക്സ്, അതായത് ഒറിജിനൽ മെട്രിക്സിന് മൈനസ് വാല്യൂ ആണ് ഇപ്പോൾ കിട്ടിയത്, ട്രാൻസ്പോസ്. ദാറ്റ് മീൻസ് വാട്ട്? സ്ക്യൂ സിമെട്രിക് ആണ് അല്ലെ? A minus A ട്രാൻസ്പോസ് എന്താണ്? സ്ക്യൂ സിമെട്രിക് ആണ് പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത് ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ ടോട്ടൽ 4 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 മാർക്കിനും സെക്കൻഡ് ക്വസ്റ്റ്യൻ 3 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. Next question, solve the following system of equations using matrix method. X plus y plus z is equal to 3, 2x plus y plus z is equal to 4, 2x minus y plus z is equal to 2. ഇതിൽ ചോദിച്ചിരിക്കുന്നത് 6 മാർക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തന്നിരിക്കുന്ന ഇക്വേഷൻസിൽ എക്സ് വൈ സെഡിന്റെ കോഎഫിഷ്യൻസിന്റെ മെട്രിക്സ് എഴുതാം. അതിനെ A ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ 1, 1, 1, 2, 1, 1, 2, -1, 1. അതാണ് A കോഎഫിഷ്യന്റ് മെട്രിക്സ്. നെക്സ്റ്റ് എക്സ് എന്ന് പറയുന്നത് അൺനോൺസിന്റെ മെട്രിക്സ്. എത്ര വേരിയബിൾസ് ഉണ്ട്? എക്സ്, വൈ, സെഡ്, 3. ലാസ്റ്റ് ആർച്ചസ് ടേംസിലെ അത് B ആയിട്ട് എടുക്കാം. സോ 3, 4, 2. ഇനി നമുക്ക് ആദ്യം തന്നെ ഡിറ്റർമിനന്റ് A കണ്ടുപിടിക്കാം. അപ്പോൾ ഡിറ്റർമിനന്റ് A എങ്ങനെ കണ്ടുപിടിക്കുക? 1 into 1 into 1 minus 1 into 1. ഓക്കെ, നെക്സ്റ്റ് കേസ് -1 into 2 into 1 minus 2 into 1. ഓക്കെ, ലാസ്റ്റ് വൺ +1 into 2 into -1 minus 2 into 1. അപ്പോൾ നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ അറിയല്ലോ, കറസ്പോണ്ടിങ് ടേംസ്. അതായത് ഏതാണോ ടേം എടുക്കുന്നത് അതിന്റെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോ ആൻഡ് കോളം നമ്മൾ ഡിസ്കാർഡ് ചെയ്തിട്ട് ബാക്കി എലമെന്റ്സിനെ എന്ത് ചെയ്യും? ക്രോസ് പ്രോഡക്റ്റ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്താ കിട്ടുക? ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ -2 ആണ് കിട്ടുക. നെക്സ്റ്റ് നമുക്ക് അഡ്ജോയിന്റ് മെട്രിക്സ് കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ x = A ഇൻവേഴ്സ് B. അപ്പൊ ഇങ്ങനെയാണ് എക്സ് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പൊ A ഇൻവേഴ്സിന് ആദ്യം തന്നെ നമ്മൾ മെട്രിക്സ് ഇപ്പോൾ അതിന്റെ A എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അഡ്ജോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അഡ്ജോയിന്റ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓരോ എലമെന്റ്സിന്റെയും ഇതേപോലെ മൈനസ് കോഫാക്ടേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് അപ്പൊ അതിൽ ഇതേപോലെ ആ കോഫാക്ടേഴ്സ് മെട്രിക്സ് അല്ലേ, അപ്പൊ നമ്മൾ അതിൽ നിന്ന് അഡ്ജോയിന്റ് A കണ്ടുപിടിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ഓരോന്നും, അതായത് ഇതിപ്പോ ഈ കോഫാക്ടേഴ്സും മൈനസും കോഫാക്ടേഴ്സും നിങ്ങൾ ഒരേ സ്റ്റെപ്പിൽ തന്നെ ചെയ്താൽ മതി. ഓരോന്നിനും ഇങ്ങനെ സെപ്പറേറ്റ് ആയി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ടൈമിൽ തന്നെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റിന്റെ മൈനസ് പ്ലസ് സൈൻ കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഫാക്ടേഴ്സ് കിട്ടും അല്ലെ? അപ്പൊ അതും കൂടി ഒരുമിച്ച് ഒരേ സ്റ്റെപ്പിൽ തന്നെ ചെയ്താൽ മതി. ഇപ്പൊ അഡ്ജോയിന്റ് A നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് 2, -2, 0, 0, -1, 1, -4, 3, -1 ആണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? A ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജോയിന്റ് A ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് A ആണല്ലോ. സോ ഇവിടെ 1/-2, അതായത് -2 ആണല്ലോ നമുക്ക് ഡിറ്റർമിനന്റ് വാല്യൂ കിട്ടിയത്. അപ്പോൾ 1/-2. ഇനി അത് ഇൻറ്റു നമുക്ക് അഡ്ജോയിന്റ് A ആ മെട്രിക്സ്. ഇനി x = A ഇൻവേഴ്സ് B ആണ്. അപ്പോൾ A ഇൻവേഴ്സ് ഇത്രയും നമ്മളിപ്പോൾ എഴുതിയത് തന്നെ അത് ഇൻറ്റു B എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാ ചെയ്യാം? ഓരോ ടേംസിനും കറസ്പോണ്ടിങ് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എന്ന് പറയുന്ന പോലെ ഇപ്പോൾ 2 into 3 ഓരോ എലമെന്റ്സും കറസ്പോണ്ടിങ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. ഇപ്പോൾ 2 into 3 പ്ലസ് -2 into 4 പ്ലസ് 0 into 2. ഇപ്പോൾ ഇവിടെ എന്താ വരിക? 6 - 8 ദാറ്റ് ഇസ് -2. അങ്ങനെ ഓരോ എലമെന്റ്സും കണ്ടുപിടിക്കാം. നെക്സ്റ്റ് സെക്കൻഡ് റോയും നെക്സ്റ്റ് കോളം, അതേപോലെ ലാസ്റ്റ് റോ നെക്സ്റ്റ് കോളം. അപ്പൊ അങ്ങനെ നമുക്ക് -2 -2 -2 കിട്ടും അല്ലെ? സോ ഇവിടെ കിട്ടിയ വാല്യൂസ് എന്താണ്? -1/2 ഓൾറെഡി ആ ഡിറ്റർമിനന്റ് വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ -1/2 ഇൻറ്റു ഈ ബ്രാക്കറ്റിൽ ആ മെട്രിക്സ് -2 -2 -2. അപ്പോൾ എന്ത് ചെയ്യണം? ഓരോ ടേംസും ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അത് മാത്രമല്ല ഈ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എല്ലാം മൈനസ് എന്താവും? പ്ലസ് ആവും. സോ എല്ലാ ടേംസും നമുക്ക് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 കിട്ടും. സോ മെട്രിക്സ് 1 1 1. ഇപ്പം ഓരോന്നും എന്താ? x y z ആണ് അല്ലെ? അപ്പോൾ നമ്മൾ സോൾവ് ചെയ്തു. x y z വാല്യൂസ് എന്താ കിട്ടിയത്? നമുക്ക് 1 ആണ് കിട്ടുക. ഓക്കെ, next question, if A is a 3/3 matrix, then
ഡിറ്റർമിനന്റ് ഓഫ് adjoint A ആണ് ചോദിച്ചിരിക്കുന്നത്, which is equal to dash. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A അതായത് ഡിറ്റർമിനന്റ് A, B ഡിറ്റർമിനന്റ് A whole square, C ഡിറ്റർമിനന്റ് A cube and last one D 3 into determinant A. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡിറ്റർമിനന്റ് A raised to 2 ആണ്. ഇത് ചോദിച്ചിരിക്കുന്നത് 1 മാർക്കിനാണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പം നമുക്ക് ഓൾറെഡി ഒരു കണ്ടീഷൻ ഉണ്ട്, അതായത് ഒരു ഫോർമുല ഉണ്ട്. ഇഫ് n is a non singular square matrix of order n, n എന്ന് പറയുന്നത് ഒരു നോൺ സിംഗുലർ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n, അതായത് ഇത് A ആണ് കേട്ടോ, A ആണ് കൺസിഡർ ചെയ്യേണ്ടത്. A is a non singular square matrix of order n. n എന്ന് പറയുന്ന ഓർഡർ ഉള്ള മെട്രിക്സ് 3 ആണോ 2 ആണോ whatever it is. അപ്പോൾ A മെട്രിക്സ് ഒരു നോൺ സിംഗുലർ സ്ക്വയർ മെട്രിക്സ് ആണ്, അതിന്റെ ഓർഡർ n ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് adjoint ഓഫ് A, adjoint ഓഫ് A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം A മെട്രിക്സിന്റെ adjoint മെട്രിക്സ്, അതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? ഡിറ്റർമിനന്റ് A raised to n minus 1. ക്ലിയർ ആയല്ലോ? അപ്പോൾ എയുടെ ഓർഡർ n ആണ്. അപ്പൊ ഇവിടെ എയുടെ ഓർഡർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 3/3 മെട്രിക്സ് ആണ്. സോ n-ന്റെ വാല്യൂ എന്താ? 3 ആണ്. അപ്പോൾ ഇവിടെ ഡിറ്റർമിനന്റ് A raised to 3 minus 1, അതായത് ഡിറ്റർമിനന്റ് A raised to 2. ഇതാണ് ആൻസർ. ക്ലിയർ ആയല്ലോ? ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ നമുക്ക് ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ മെട്രിക്സ് എയുടെ ഓർഡർ അറിയാമെങ്കിൽ അതിന്റെ adjoint മെട്രിക്സിന്റെ ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കാം? A മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് raised to n minus 1 ആണ് പവർ വരിക. Next question, matrix x plus y 2 5 plus x 8 is equal to matrix 5 2 6 8. Find x and y. 2 marks ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു മെട്രിക്സ് വേറൊരു മെട്രിക്സ് ഈക്വൽ ആണ് തന്നിട്ട്, അതിന്റെ മീനിങ് എന്താ? കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും, ശരിയല്ലേ? അപ്പോൾ ഇവിടെ x plus y equal to 5 ആയിരിക്കും, 5 plus x എന്ന് പറയുന്നത് equal to 6 ആയിരിക്കും. ക്ലിയർ ആയോ? സോ ആ രണ്ട് ഇക്വേഷൻസ് നിന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആദ്യം തന്നെ 5 plus x equal to 6 എടുക്കാം, അതിൽ നിന്ന് x കണ്ടുപിടിക്കാം. 6 minus 5 അതായത് 1. അതേപോലെ x plus y is equal to 5 സെക്കൻഡ് ഇക്വേഷനിൽ നമ്മളിപ്പോൾ x equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ y യുടെ വാല്യൂ എന്താ? 5 minus 1 അതായത് 4 കിട്ടും. Next question, x plus the matrix A is equal to matrix 3 3 minus 1 minus 2 minus 2 1 minus 4 minus 5 2 as the sum of a symmetric matrix and a skew symmetric matrix. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് ഏതാണെന്നുണ്ട്, അതിന്റെ ഓർഡർ നോക്കിയാൽ അറിയാം. 3 rows 3 columns ഉണ്ടെങ്കിൽ 3/3 മെട്രിക്സ് ആണ്. അതിനെ നമ്മൾ എന്തായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ശരിക്കും ഒരു മെട്രിക്സിനെ എങ്ങനെയാണ് ഇൻ ടേംസ് ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് റെപ്രസെന്റ് ചെയ്യാം? അതിനുള്ള ഫോർമുല നോട്ട് ചെയ്ത് വെക്കുക. ഹാഫ് ഓഫ് A plus A transpose plus half of A minus A transpose. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ A is equal to നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ആണ്. ഇനി A ട്രാൻസ്പോസ് എന്ന് കണ്ടുപിടിക്കുക ഞാൻ പറഞ്ഞില്ലേ, അതായത് ഓരോ കോളംസ് റോസ് ആയിട്ട് എഴുതിയാൽ മതി കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ 3 minus 2 minus 4, നെക്സ്റ്റ് സെക്കൻഡ് കോളം 3 minus 2 minus 5 ആൻഡ് ലാസ്റ്റ് വൺ തേർഡ് കോളം -1 1 2, അത് റോസ് ആയിട്ട് എഴുതി. അപ്പോൾ നമുക്ക് A ട്രാൻസ്പോസ് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിലത്തെ രണ്ട് ടേംസ് വേണം അല്ലേ? A plus A ട്രാൻസ്പോസും A minus A ട്രാൻസ്പോസും വേണം. സോ A plus A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടിയ രണ്ട് മെട്രിക്സും ആഡ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മെട്രിക്സ് 6 1 minus 5 1 minus 4 minus 4 minus 5 minus 4 4 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഹാഫ് ഓഫ് ഈ വാല്യൂ ചെയ്യണം അല്ലെ? ഹാഫ് ഓഫ് A plus A ഡാഷ് എന്ന് പറയുന്നത് ട്രാൻസ്പോസ് ആണ്. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സിനെ നമ്മൾ ജസ്റ്റ് ഒരു ഇക്വേഷൻ, വേറെ ഇക്വേഷൻ വേണ്ടെന്ന് മാർക്ക് ചെയ്യാം, ജസ്റ്റ് ഇവിടെ P എന്ന് നോട്ട് ചെയ്തു മാത്രം. ഇനി നമ്മൾ A minus A ട്രാൻസ്പോസ് ചെയ്യാം. നേരത്തെ എയും A ട്രാൻസ്പോസും ആഡ് ചെയ്തിട്ട് ഒരു മെട്രിക്സ് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം, അതായത് A minus A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. കറസ്പോണ്ടിങ് എയിലത്തെ കറസ്പോണ്ടിങ് എലമെന്റ്സും A ട്രാൻസ്പോസിന്റെ എലമെന്റ്സും സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ അതിന് മെട്രിക്സ് കിട്ടും. ഇനി ഹാഫ് ഓഫ് ദിസ് മെട്രിക്സ് എഴുതാം, ഹാഫ് ഓഫ് A minus A ട്രാൻസ്പോസ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ജസ്റ്റ് ആ ഒരു മെട്രിക്സിനെ ഇക്വേഷൻ Q ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. ഇനി നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? എനെ സം ഓഫ് P ആൻഡ് Q ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം അല്ലേ? P എന്ന് പറയുന്നത് എന്താ? ഹാഫ് ഓഫ് A plus A dash. Q എന്ന് പറയുന്നത് ഹാഫ് ഓഫ് A minus A dash. ഈ രണ്ടിനെ സം ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന A എന്ന് പറയുന്നത് എന്താ? ഇതിപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഈ P യും Q യും എടുത്തെഴുതാം. അതായത് P ഇപ്പോൾ തന്നിരിക്കുന്നത് ഇതല്ല, മെട്രിക്സ് അല്ല, ഇത് പ്ലസ് ഇത് എന്നുള്ളത് എടുത്തെഴുതാം. ഓക്കെ, ജസ്റ്റ് അതിനെ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. Next question, using elementary operations, find the inverse of the matrix A is equal to matrix 1 3 2 7.
3 മാർക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എലമെന്ററി ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട്, അതായത് റോ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു 2/2 മെട്രിക്സ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം A is equal to I into A അല്ലേ, അതായത് ഐഡന്റിറ്റി മെട്രിക്സ് ഇൻറ്റു A ചെയ്ത് കഴിഞ്ഞാൽ A തന്നെയാണ് കിട്ടും. സോ A is equal to I into A ചെയ്യാം. ഇതിൽ നിന്നാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട് A ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു വേരിയേഷൻ വരുത്താൻ പോകണം. അതായത് LHSൽ നമ്മൾ ഈ മെട്രിക്സിലെ 1 3 2 7 A എന്ന് പറയുന്ന മെട്രിക്സ് അതിനെ നമ്മൾ I ആക്കാൻ പോകണം. ക്ലിയർ ആയോ? അതായത് LHSൽ എന്ന് പറയുന്നത് ഇപ്പോൾ 1 3 2 7 എന്നുള്ളതിനെ നമ്മളിപ്പോൾ ഇവിടെ ഓൾറെഡി 1 ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് അതേപോലെ 1 ആക്കണം അല്ലേ. അതായത് 1 0 0 1 ഇങ്ങനെ ഒരു മെട്രിക്സ് ഫോമിലേക്ക് ആക്കണം, ഐഡന്റിറ്റി മെട്രിക്സ് ഫോമിലേക്ക് ആക്കണം LHSലുള്ള മെട്രിക്സിന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കറസ്പോണ്ടിങ് റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് R2 ട്രാൻസ്ഫോം ടു R2 മൈനസ് 2R1. അതായത് നമ്മുടെ എലമെന്റ്സ് ഏതൊക്കെയാ? 1 3 2 7. അപ്പോൾ ഇതിൽ R2 എന്ന് പറയുന്നത് ചേഞ്ച്ഡ് ടു R2 മൈനസ് 2R1. അപ്പോൾ ആദ്യം തന്നെ 2R1 പറയുമ്പോൾ എന്താ വരിക? 2 into 1 2 2 into 3 6. നെക്സ്റ്റ് വൺ 2 7. ഇനി ഇത് മൈനസ് ചെയ്യാം അല്ലെ, ഓരോ എലമെന്റും മൈനസ് ചെയ്യാം. സോ നമുക്ക് ഇവിടെ ആദ്യത്തെ റോ സെയിം തന്നെയാണ് കേട്ടോ, 1 3 മാറുന്നില്ല. നമ്മൾ ആകെ കൂടി ചെയ്യുന്നത് എന്താ? സെക്കൻഡ് റോ മാത്രമേ ട്രാൻസ്ഫോം ചെയ്യുന്നുള്ളൂ. ഓക്കെ, അത് ശ്രദ്ധിക്കുക. സോ 1 3, ദെൻ സെക്കൻഡ് റോ നമ്മൾ ചേഞ്ച് ചെയ്തത് എന്താ? 2 മൈനസ് 2 എന്താ? 0. 7 മൈനസ് 6 എന്താ? 1. അപ്പോൾ നമുക്ക് കിട്ടി 1 3 0 1. ക്ലിയർ ആയല്ലോ? 1 3 0 1. അടുത്തത് ദിസ് ഇസ് ഈക്വൽ ടു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, LHSൽ എന്ത് മാറ്റം വരുത്തിയാലും ഒരു ഇക്വേഷനിൽ RHSലും ആ സെയിം ചേഞ്ച് വരുത്തണം. അപ്പോൾ RHSൽ ഒരു മെട്രിക്സ് ഇല്ലേ, ഐഡന്റിറ്റി മെട്രിക്സ്, അവിടെയും ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം. R2 മൈനസ് 2R1. അപ്പോൾ ഇവിടെ 0 മൈനസ് 2 വരും, ദാറ്റ് ഇസ് മൈനസ് 2. നെക്സ്റ്റ് വൺ ഇവിടെ 1 മൈനസ് 0 എന്ത് ചെയ്താലും അത് ചേഞ്ച് ഒന്നുമില്ല, സോ 1 തന്നെ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് LHSലും RHSലും സെയിം ട്രാൻസ്ഫോർമേഷൻ ചെയ്തു. അടുത്തത് ഇനി എന്താ വേണ്ടത്? നമുക്കിപ്പോൾ ഇവിടെ ഡയഗണൽ എലമെന്റ്സ് 1 കിട്ടി അല്ലേ. അപ്പോൾ ഇത്രയും പോർഷൻ നമ്മൾ ഓൾറെഡി ചേഞ്ച് വരുത്തി. ഇനി നെക്സ്റ്റ് ഇതിനെ 0 ആക്കണം അല്ലേ. അതായത് ഇവിടെ 0 ഓൾറെഡി ഉണ്ട്, 3നെ 0 ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? R1 is transformed to R1 minus 3R2. അതായത് 1 3 0 1. ഇതിനെ 0 ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഈ 1 into 3 ചെയ്യാം, എന്നിട്ട് ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 ആവില്ലേ. സോ R1 ചേഞ്ച് ടു R1 മൈനസ് 3R2. ക്ലിയർ ആയല്ലോ? അത് നമ്മൾ എന്ത് ചെയ്യണം? LHSലും ചെയ്യണം, RHSലും ചെയ്യണം. അപ്പൊ LHSൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 1 3 0 1 എന്നുള്ളത് എന്താവും? 1 0 0 1 ആവും. ഇനി RHSൽ ആ ചേഞ്ച് വരുത്തുമ്പോൾ എന്താ വരിക? അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് LHS നമുക്ക് ആവശ്യമുള്ളത് കിട്ടി. RHSൽ ഈ 1 0 മൈനസ് 2 1നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? R1 മൈനസ് 3R2. R1നെയാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ 1 മൈനസ് 3 ഇൻറ്റു ആണ്, അത് ജസ്റ്റ് അസ്യൂം ചെയ്താൽ മതി. അപ്പോൾ 1 മൈനസ് 3 ഇൻറ്റു മൈനസ് 2 എന്താ? 1 മൈനസ് മൈനസ് 6, അതായത് 1 പ്ലസ് 6, അപ്പോൾ 7 കിട്ടും. അതേപോലെ നെക്സ്റ്റ് 0 മൈനസ് അത് ചെയ്ത് കഴിഞ്ഞാൽ 0 മൈനസ് 3 ഇൻറ്റു 1 ആണ് വരിക. സോ മൈനസ് 3. ക്ലിയർ ആയല്ലോ? ബാക്കി R2ന് ചേഞ്ച് ഇല്ല, മൈനസ് 2 1. അപ്പോൾ അതാണ് ഇവിടെ. അപ്പോൾ ആ റൈറ്റ് സൈഡിൽ ഇനി ഇപ്പോൾ നമുക്ക് LHSൽ ഓൾറെഡി 1 0 0 1 ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടി. ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടുന്ന മെട്രിക്സ് ഇല്ലേ, അതാണ് നമ്മുടെ A ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ്? A is equal to I A എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് എലമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യണം. എങ്ങനെ ചെയ്യണം? LHSലെ മെട്രിക്സ് ഇല്ലേ, അതിനെ നമ്മളൊരു ഐഡന്റിറ്റി മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് ഈ RHSൽ കിട്ടുന്ന മെട്രിക്സ് അല്ലേ ഫൈനലി, ഒപ്പം തന്നെ ആ ചേഞ്ചസ് വരുത്തിയിട്ട് കിട്ടുന്ന ആ മെട്രിക്സ് ആണ് A ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അതായത് മെട്രിക്സ് 7 മൈനസ് 3 മൈനസ് 2 1. Next question, solve the following system of equations by matrix method. X minus y plus 2z is equal to 1, 2y minus 3z is equal to 1, 3x minus 2y plus 4z is equal to 2. 6 marks again ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ നേരത്തെ ചെയ്ത പോലെ അതേപോലെ തന്നെ Ax equal to b ആണ് നമുക്കറിയാം. അപ്പോൾ A into x equal to b അറിയാലോ. A എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് മെട്രിക്സ്, x അൺനോൺസിന്റെ മെട്രിക്സ്, b എന്ന് പറയുന്നത് RHSലെ വാല്യൂസിന്റെ മെട്രിക്സ്. അപ്പോൾ നമുക്ക് അഡ്ജോയിന്റ് A കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ഡിറ്റർമിനന്റ് A കണ്ടുപിടിക്കണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എയുടെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ -1 കിട്ടും. ഇനി കോ ഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്ജോയിന്റ് A കണ്ടുപിടിക്കണം. അഡ്ജോയിന്റ് A കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ആദ്യം കോ ഫാക്ടേഴ്സിന്റെ മെട്രിക്സ് കണ്ടുപിടിക്കാം.
കോഫാക്ടേഴ്സിന്റെ മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു കോഫാക്ടർ കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഈ ഫസ്റ്റ് എലമെന്റ് കോഫാക്ടർ കണ്ടുപിടിക്കണം അല്ലെ, അതായത് 1ന് കറസ്പോണ്ടിങ് കോഫാക്ടർ 2 അതെങ്ങനെ കിട്ടണമെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ 1ന്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ കിട്ടണമെങ്കിൽ 1 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോ ആൻഡ് കോളം ഡിസ്കാർഡ് ചെയ്തിട്ട് ബാക്കി എലമെന്റ്സിന്റെ ക്രോസ് പ്രോഡക്റ്റ് ആൻഡ് സബ്ട്രാക്ട് ചെയ്യും. 2 into 4 minus 2 into -3 അല്ലെ, 2 into 4 8 minus 2 into -3 എന്താ 6 ആണ്. അപ്പോൾ 8 minus 6 വന്നത് 2 കിട്ടും. ഇനി ഇതിനെ നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് മൈനർ ആണ്. കോഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ സൈനും കൂടി ഇൻക്ലൂഡ് ചെയ്തെന്ന പോലെ പറയണം. സോ ഇവിടെ സൈൻ എന്ന് പറയുന്നത് ഏതിന്റെ വരിക? A11, അതായത് ദ ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെന്റ് ആണ്. സോ ആ സൈൻ എന്ന് പറയുന്നത് -1 raised to 1 plus 1 ചെയ്യണം അല്ലെ. സോ -1 raised to 1 plus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്ലസ് ആണ്. സോ +2 ആണ്. അതേപോലെ ബാക്കി എല്ലാ എലമെന്റ്സിന്റെയും ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് കോഫാക്ടർ മെട്രിക്സ് കിട്ടും. ഇനി നമ്മൾ അഡ്ജോയിന്റ് A എന്ന് പറയുന്നത് ഇപ്പൊ കിട്ടിയ കോഫാക്ടർ മെട്രിക്സ് ഇല്ലേ, അതിന്റെ ജസ്റ്റ് ട്രാൻസ്പോസ് എടുക്കാം. അപ്പൊ നമുക്ക് അഡ്ജോയിന്റ് എയും കിട്ടും. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് A ഇൻവേഴ്സ് ആണ്. A ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ? അഡ്ജോയിന്റ് A ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് A ആണ്. അപ്പൊ നമുക്ക് നേരത്തെ ഓൾറെഡി ഡിറ്റർമിനന്റ് വാല്യൂ കിട്ടിയതാണ്. ഇനി അത് ജസ്റ്റ് അഡ്ജോയിന്റ് A ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് A ചെയ്യാം. നമുക്ക് ഓൾറെഡി കിട്ടിയ വാല്യൂ എന്തായിരുന്നു? -1 ആയിരുന്നു. അപ്പൊ ഇതിലത്തെ എല്ലാ എലമെന്റ്സിനും എന്ത് ചെയ്താൽ മതി? -1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതായത് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എന്നുള്ളത് ഓപ്പോസിറ്റ് സൈൻ വരും, അത്രയേ ഉള്ളൂ. സോ ഇവിടെ എല്ലാം സൈൻസും ചേഞ്ച് ആയിട്ട് വരും ഇതിൽ. അപ്പോൾ -2 0 1 9 2 -3 6 1 -2. ഇനി x = A ഇൻവേഴ്സ് B ആണ്. അതായത് A ഇൻവേഴ്സ് ഇപ്പോൾ കിട്ടിയത് ഇൻറ്റു B. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫസ്റ്റ് റോ ഇൻറ്റു ഇവിടുത്തെ കോളം എന്ന് പറയുന്നത് 1 1 2 ആണ്. സോ -2 × 1 അതായത് -2 പ്ലസ് 0 × 1 അതായത് +0 പ്ലസ് 1 × 2 ദാറ്റ് ഈസ് 2. അപ്പോൾ ഇവിടെ 0 തന്നെ കിട്ടും. അതേപോലെ തന്നെ ബാക്കി റോ ഇൻറ്റു കോളം ചെയ്യാം. അപ്പോൾ നമുക്ക് 0 5 3 കിട്ടും. അത് കറസ്പോണ്ടിങ് ആയിട്ട് x0 y 5 z3 ആണ് സൊല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് A is equal to matrix 1 2 3 4, then find adjoint of A and also find A into adjoint of A. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താ? കോഫാക്ടർ മെട്രിക്സ് ആണ്. എന്നിട്ട് അഡ്ജോയിന്റ് A കണ്ടുപിടിക്കാം. അപ്പോൾ A തന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു 2/2 മെട്രിക്സ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2/2 മെട്രിക്സിന്റെ കേസിൽ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കാൻ 2 സ്റ്റെപ്സ് ഉണ്ട്. അതായത് ആദ്യമേ തന്നെ ഡയഗണലി ഓപ്പോസിറ്റ് എലമെന്റ്സ് ജസ്റ്റ് ഓർഡർ റീപ്ലേസ് ചെയ്യാം, അതായത് ഇന്റർചേഞ്ച് ചെയ്യാം. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 1 2 3 4 ആണ് അല്ലെ. അപ്പോൾ ഡയഗണലി ഓപ്പോസിറ്റ് എലമെന്റ്സ് എന്താ? 1 4, അത് ഇന്റർചേഞ്ച് ചെയ്യാം. സോ ഇവിടെ 4 വരും 1 വരും അല്ലെ. സോ ഹിയർ 4 1. ഇനി നെക്സ്റ്റ് 2 ഉം 3 ഉം ഇന്റർചേഞ്ച് ചെയ്യാം. സോ ഇവിടെ 2 വരും, ഹിയർ 3 വരും അല്ലെ. സോ 4 1 2 3 ആദ്യം ഈ ഡയഗണലി ഓപ്പോസിറ്റ് എലമെന്റ്സ് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ എലമെന്റ്സിൽ, അതായത് A21 ആൻഡ് A12 ഈ 2 എലമെന്റ്സിനും മൈനസ് സൈൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇവിടെ ഒരു -2 ആയിരുന്നെങ്കിൽ -2 +2 ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് സൈൻസ് റിവേഴ്സ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോഫാക്ടർ മെട്രിക്സ്. ഒരു 2/2 മെട്രിക്സിൽ ഇങ്ങനെയാണ് നമ്മൾ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ 4 -3 -2 1 കിട്ടി. ഇനി ഇതിന്റെ അഡ്ജോയിന്റ് മെട്രിക്സ് എന്താ? ജസ്റ്റ് ഇവിടെ റോ ആൻഡ് കോളം ഇന്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ട്രാൻസ്പോസ് കിട്ടി കഴിഞ്ഞാൽ അതാണ് അഡ്ജോയിന്റ്. അതായത് 4 -3 എന്ന് പറയുന്നത് ഇവിടെ റോ അല്ല, അത് കോളം ആയിട്ട് ചെയ്താൽ. അപ്പോൾ 4 -3 -2 1 എന്നുള്ളത് നമ്മൾ സെക്കൻഡ് കോളം ആയിട്ട് ചെയ്താൽ. അപ്പോൾ നമുക്ക് അഡ്ജോയിന്റ് A കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? A ഇൻറ്റു അഡ്ജോയിന്റ് A ആണ്. അപ്പോൾ ഈ 2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ കറസ്പോണ്ടിങ്, അതായത് 2/2 തന്നെയാണ്. അപ്പോൾ നമുക്ക് 2/2 മെട്രിക്സ് തന്നെ കിട്ടും. അപ്പോൾ അതിലെ കറസ്പോണ്ടിങ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 1 × 4 അതായത് 4 പ്ലസ് 2 × -3 എന്താ? -6. 4 -6 -2 കിട്ടും. അതേപോലെ തന്നെ അടുത്ത എലമെന്റ്സും അതുപോലെ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് 1 × ദാറ്റ് ഈസ് ഇവിടുത്തെ എലമെന്റ്. അതായത് നമുക്ക് ഫസ്റ്റ് എലമെന്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് റോ ദെൻ ഫസ്റ്റ് കോളം അല്ലെ. സെക്കൻഡ് എലമെന്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. സോ നമുക്ക് 0 കിട്ടും. അതായത് 1 × -2 1 × -2 പ്ലസ് 2 × 1 അതായത് -2 + 2 എന്താ? 0. ഇനി അതേപോലെ തന്നെ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. സെക്കൻഡ് റോ സെക്കൻഡ് കോളം ചെയ്ത് കഴിഞ്ഞാൽ -2 കിട്ടും. ക്ലിയർ ആയല്ലോ? Next question. Consider the matrices A is equal to matrix 3 4 -5 -1 and 3A plus B is equal to matrix 2 8 3 -1. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് find the matrix B.
ഓക്കെ, എ തന്നിട്ടുണ്ട്, 3a പ്ലസ് ബിയും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ബി കണ്ടുപിടിക്കണം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഫൈൻഡ് എ ഇൻറ്റു ബി ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം തന്നെ 3a പ്ലസ് ബി നമുക്കറിയാം. ഓക്കെ, അപ്പോൾ 3a പ്ലസ് ബി തന്നിട്ടുള്ള എന്താണ്? 283 മൈനസ് 4 ആണ്. ഇനി 3a ആണ് ഈ ടേമിലുള്ളത് അല്ലേ? സോ എ ഓൾറെഡി നമുക്കറിയാലോ, അപ്പോൾ 3a കണ്ടുപിടിച്ചൂടെ? അതായത് ഓരോ എലമെന്റ്സിനെയും ഇൻറ്റു 3 ചെയ്യാം. ക്ലിയർ ആയല്ലോ? സോ 9, 12 മൈനസ് 15 മൈനസ് 3 കിട്ടും. ഇനി ബിയുടെ വാല്യൂ ഇപ്പം എന്താ? ബി എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് റൈറ്റ് സൈഡിൽ മെട്രിക്സ് ഇല്ലേ, മൈനസ് 3a. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ 3a എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകാം. സോ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, സോ ബി ഈസ് ഈക്വൽ ടു നമുക്ക് RHS തന്നിരിക്കുന്ന മെട്രിക്സ് എന്താ? 283 മൈനസ് 4 എന്നിട്ട് മൈനസ് നമ്മൾ 3a ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 3a ഓൾറെഡി നമ്മൾ 3 ഇൻറ്റു മെട്രിക്സ് എ നമ്മൾ ചെയ്ത് കഴിഞ്ഞു, അത് നമ്മൾ കണ്ടുപിടിച്ചു. സോ അത് സബ്ട്രാക്ട് ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടത്? കറസ്പോണ്ടിങ് എലമെന്റ്സ് സബ്ട്രാക്ട് ചെയ്താൽ മതി. 2 മൈനസ് 5 മൈനസ് 7 അങ്ങനെ ബാക്കി എലമെന്റ്സ് മൈനസ് 4, 18 മൈനസ് 1. ഇനി ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. സെക്കൻഡിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? എ ഇൻറ്റു ബി ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓൾറെഡി എ തന്നിട്ടുണ്ട്, ബി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. സോ എ ഇൻറ്റു ബി ചെയ്യാം. എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ ഫസ്റ്റ് എലമെന്റ് കിട്ടണമെങ്കിൽ രണ്ടും 2x2 മെട്രിക്സ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്താൽ ഫസ്റ്റ് എലമെന്റ് കിട്ടും. ദെൻ ഫസ്റ്റ് റോ ഇൻറ്റു ഇതേപോലെ സെക്കൻഡ് കോളം ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് എലമെന്റ് കിട്ടും. നെക്സ്റ്റ് കേസിൽ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, അങ്ങനെ ബാക്കി രണ്ട് എലമെന്റ്സും കിട്ടും. അപ്പോൾ മെട്രിക്സ് 51 മൈനസ് 16 17 20 ആണ് ആൻസർ. Last question, if A is equal to matrix minus 2 4 5 and B is equal to matrix 1 3 minus 6. First question, what is the order of A into B? Second question, verify A B whole transpose is equal to B transpose into A transpose. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നിട്ടുള്ളത് എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താ തന്നിട്ടുള്ളത്? ഒരേ ഒരു കോളം മെട്രിക്സ് ആയിരുന്നു അല്ലേ? ജസ്റ്റ് ഒരു കോളം ആയിട്ട് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞത് ജസ്റ്റ് ഒരു റോ ആയിട്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അതിൽ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് എ ഇൻറ്റു ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ കണ്ടുപിടിക്കണം. അപ്പോൾ എ ഇൻറ്റു ബി എന്തായിരിക്കും വരിക? ഇവിടെ ഇപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് കോളം ആണുള്ളത് അല്ലേ? സോ 3 റോസും 1 കോളമേ എയിലുള്ളൂ. സോ എയുടെ ഓർഡർ എന്താ? 3 റോസും 1 കോളം, അപ്പോൾ 3/1. ഇനി ബിയുടെ ഓർഡർ എന്താണ്? അതായത് 3 കോളംസ് ഉണ്ട്, 1 റോ ഉള്ളത്. സോ 1/3. അതായത് ഫസ്റ്റ് 1 റോയും സെക്കൻഡ് 1 കോളമാണ്. സോ ഇനി എ ഇൻറ്റു ബി ചെയ്യാൻ പോകണം അല്ലെ? മെട്രിക്സ് എ ഇൻറ്റു മെട്രിക്സ് ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3/1/1/3. സോ നോർമലി 3/3 ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഓർഡർ. ഓക്കെ, സോ 3/3 ആണ് ഓർഡർ വരിക. നെക്സ്റ്റ് കേസ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് വെരിഫൈ എ ബി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അത് നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. സോ അത് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ആദ്യം എന്ത് ചെയ്യണം? ഇപ്പോൾ എ ഇൻറ്റു ബി കണ്ടുപിടിക്കണം അല്ലേ? അതായത് മെട്രിക്സ് എ ഇൻറ്റു മെട്രിക്സ് ബി ചെയ്യുക. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ഒരു 3/3 മെട്രിക്സ് കിട്ടും. എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ -2 4 5 ഇവിടെയോ 1 3 -6. സോ നോർമലി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ കറസ്പോണ്ടിങ് ഓർഡറിലാണ് എലിമെന്റ്സ് കിട്ടുക. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആണ്. അതായത് A11 എന്ന് പറയുന്ന എലിമെന്റ് എന്താ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് -2ന്റെ ഫസ്റ്റ് കോളം പറയുന്നത് 1. സോ -2 × 1 എന്താ? -2. അങ്ങനെ കിട്ടി. നെക്സ്റ്റ് എലിമെന്റ് എന്താ വരിക? A12. A12 പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ആണ്. ഫസ്റ്റ് റോ പറഞ്ഞാൽ -2, സെക്കൻഡ് കോളം പറഞ്ഞാൽ 3. -2 × 3 എന്താ? -6. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ A13 എടുക്കാം. A13 പറഞ്ഞാൽ ഫസ്റ്റ് റോ തേർഡ് കോളം ആണ്. ദാറ്റ് ഈസ് -2 × -6, അതായത് +12. ക്ലിയർ ആയി? അതേപോലെ ബാക്കി എലമെന്റ്സ് കണ്ടുപിടിക്കാം. അതായത് A21 A22 A23, അതേപോലെ A31 A32 A33. ക്ലിയർ ആയി? അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. സോ നമുക്ക് മെട്രിക്സ് A ഇൻറ്റു ബി കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? A ഇൻറ്റു ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കാം. എന്ത് ചെയ്യണം? റോസ് ആൻഡ് കോളംസ് ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിന്റെ ട്രാൻസ്പോസും കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അപ്പോൾ നമുക്ക് വെരിഫൈ ചെയ്യണം അല്ല? അപ്പോൾ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താ? ബി എന്ന് പറയുന്നത് ഓൾറെഡി 1 3 -6 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതിന്റെ ട്രാൻസ്പോസ് ഉണ്ടെങ്കിൽ 1 3 -6 ഇങ്ങനെയാണ് വരിക. കാരണം അവിടെ ഇപ്പോൾ നേരത്തെ ജസ്റ്റ് ഒരു സിംഗിൾ റോ ആയിട്ട് തന്നത് ഇവിടെ ജസ്റ്റ് സിംഗിൾ കോളം ആയിട്ട് മാറ്റും. ട്രാൻസ്പോസ് ഒന്നും അങ്ങനെയല്ല.
അപ്പോൾ ബി ട്രാൻസ്പോസ് കിട്ടി. ഇനി എ ട്രാൻസ്പോസ് എന്താ വരിക? എ ഓൾറെഡി -2 4 5 ആണ്. അപ്പോൾ അതിന്റെ ട്രാൻസ്പോസ് എന്നാൽ -2 4 5 റോ ആയിട്ട് എഴുതാം. ക്ലിയർ ആയോ? അതാണ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മെട്രിക്സ് ഉണ്ടല്ലോ, അത് നേരത്തെ കിട്ടിയ മെട്രിക്സും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി വെരിഫൈ ചെയ്തു. അപ്പോൾ LHSലുള്ള പോർഷൻ ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് RHSലുള്ള പോർഷൻ വേറെ സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, രണ്ടും കൂടി ഈക്വൽ ആയിട്ട് കിട്ടിയെന്നുള്ള പ്രൂവ് ചെയ്യും. ഓക്കെ, താങ്ക് യു.